നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 30 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. തൃശൂർ ജില്ലാ മുനിസിപ്പൽ കോർപ്പറേഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട 56 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 22 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 30 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ ആസൂത്രണ ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം മേരി തോമസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വാഴാനി ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മേരി തോമസ് തുടർന്ന് മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ 7 പേർ ഈശ്വരനാമത്തിലും ഒരംഗം ദൈവനാമത്തിലും ഒരംഗം അല്ലാഹുവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. 21 അംഗങ്ങൾ ദൃഢപ്രതിജ്ഞ നടത്തി. പി ബാലചന്ദ്രൻ MLA, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചേർന്ന് ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണപ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പ്രഥമ യോഗം ചേർന്നു. തൃശൂർ ജില്ലാ മുനിസിപ്പൽ കോർപ്പറേഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട 56 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. കോർപ്പറേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കോർപ്പറേഷൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം ML റോസിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് കാളത്തോട് ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ML റോസി മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, പി ബാലചന്ദ്രൻ MLA, മുൻ മേയർമാർ, മുൻ കൗൺസിലർമാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേഷൻ കൗൺസിലർമാരുടെ പ്രഥമ യോഗം മുതിർന്ന കൗൺസിലറായ ML റോസിയുടെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ ഹാളിൽ ചേർന്നു. മതിലകം ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ വരണാധികാരി റിസാമോൾ മുതിർന്ന അംഗം ലിസി വിൻസെന്റിന് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റംഗങ്ങൾക്ക് ലിസി വിൻസെന്റ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി സുലേഖ നന്ദിയും പറഞ്ഞു. ചടങ്ങിനു ശേഷം ആദ്യ യോഗം ചേർന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 22 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വലപ്പാട് പഞ്ചായത്ത് KC വാസു ഹാളിൽ നടന്ന ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസറായ സനൽ മുതിർന്ന അംഗം PK മോഹനൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റുള്ള അംഗങ്ങൾക്ക് PK മോഹനൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിന് ശേഷം ആദ്യ യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. ചാഴൂർ പഞ്ചായത്തിൽ റിട്ടേണിംഗ് ഓഫീസർ മുതിർന്ന അംഗം നിമ്മി ശശിധരൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റുള്ള അംഗങ്ങൾക്ക് നിമ്മി ശശിധരൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തളിക്കുളം പഞ്ചായത്തിൽ മുതിർന്ന അംഗം KS റഹമത്തുള്ള മറ്റുള്ള അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മുതിർന്ന അംഗം VN മേനക അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗങ്ങൾക്ക് സോമൻ TP സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇടതുപക്ഷ അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയും കോൺഗ്രസ് BJP അംഗങ്ങൾ ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പഞ്ചായത്തുകളിൽ വാദ്യാഘോഷ ആഹ്ലാദ പ്രകടനങ്ങളോടെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വഴിയമ്പലം യൂണിറ്റ് കൺവെൻഷൻ നടത്തി. 3 പീടിക വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ AKT ജില്ലാ കമ്മിറ്റി അംഗം യൂസഫ് ഉദ്ഘാടനം ചെയ്തു. സജിനി ഗോകുൽദാസ് അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി K സുമ റിപ്പോർട്ടും ട്രഷറർ ഷൈനി സേവ്യർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി അൻസിയ റഹ്മത്തുള്ള സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബഷീല കരീം, PA മൂസിന, PS അനിത, KK അനിത, KI ബാബുരാജ്, VK ബിന്ദു എന്നിവർ സംസാരിച്ചു. അവിടെ രാഷ്ട്രീയ
രാഷ്ട്രീയം നമുക്ക് വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയത്തെ കൂടി നമ്മൾ ഗൗനിക്കാതെ നമ്മുടെ AKT അംഗങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ പറഞ്ഞത് നമ്മുടെ നേതൃത്വം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് അതാണ്. അപ്പോ ഇത്തരം അരാഷ്ട്രീയവാദികൾ എന്ന് പറയുന്ന ആളുകളോട് നമുക്ക് പറയാൻ സാധിക്കണം, നമുക്ക് രാഷ്ട്രീയമുണ്ട്, അത് വർഗ രാഷ്ട്രീയമാണ്, അത് തൊഴിലാളി രാഷ്ട്രീയമാണ് എന്നുള്ളത് പറയാൻ നമുക്ക് സാധിക്കണം. ഇന്ന് തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ലോകത്തിലെ എന്ന് തന്നെ പറയാം ഒരേ ഒരു സംഘടന നമ്മുടെ AKT ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം CSR ഫണ്ട് ലഭിച്ചപ്പോ നമ്മുടെ ക്ഷേമനിധി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതുപോലെ തന്നെ എലിസബത്ത് CC അതിന്റെ ചെയർപേഴ്സൺ, അവരൊക്കെ ഈ അടുത്ത കാലത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. അന്ന് നമ്മുടെ നേതൃത്വം നമ്മളോട് പറഞ്ഞത് ഒരു യൂണിറ്റ് ഏരിയ തലങ്ങളിലൂടെ അംഗങ്ങളിൽ നിന്നും നിങ്ങളത് കൈപ്പറ്റണ്ട, നേരിട്ട് കൊണ്ടുപോയി ക്ഷേമനിധി ഓഫീസിൽ ഹാജരാക്കിക്കോട്ടെ എന്നാണ്. കൈപ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിന്റെ 31ാമത് വാർഷികാഘോഷം സ്പെക്ട്ര 2025 സംഘടിപ്പിച്ചു. സരിഗമപ റിയാലിറ്റി ഷോ താരങ്ങളായ ജാസിം ജമാൽ, നീലിമ ബിജു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ലീന സുരേഷ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹിറ സ്കൂൾ ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി PM മുഹമ്മദ്, മാനേജർ KA ജമാൽ, ഹിറ ട്രസ്റ്റ് അംഗങ്ങളായ PK മുഹമ്മദ്, TK അബ്ദുൾ റഹ്മാൻ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ റസാഖ്, PTA പ്രസിഡന്റ് അഷിത അരുൺ, ട്രഷറർ അഷ്റഫ്, സ്കൂൾ ലീഡർ നിഹാൽ റഹ്മാൻ, ഡെപ്യൂട്ടി ലീഡർ ഹംദാൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. NES കായലോര തീരത്ത് നടന്ന കായലോര ഫെസ്റ്റ് 2K25 സമാപിച്ചു. ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത രാമുകാരറ്റ് അവാർഡ് ദാന സമ്മേളനത്തിൽ ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ NC അനീഷ നന്ദി പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിച്ചു. NK അക്ബർ MLA, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, പത്മശ്രീ കുട്ടൻമാരാർ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. NES കായലോര രാമുകാരറ്റ് ഫിലിം അവാർഡ് മലയാള സിനിമാ രംഗത്ത് മികവ് തെളിയിച്ച പ്രശസ്ത സിനിമ ആർട്ടിസ്റ്റുകളായ ഷറഫുദ്ദീൻ, അനുശ്രീ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അനാർക്കലി മരക്കാർ, അഞ്ജലി നായർ, അബി സുഹാന, അർജുൻ നന്ദകുമാർ, അൽ സാബിദ്, ബിനു തൃക്കാക്കര, ആവണി, സംവിധായകൻ മാർത്താണ്ഡൻ, ഷോ കോർഡിനേറ്റർ ആൻഡ് ഡയറക്ടർ റിയാസ്, ഷൈജൻ ശ്രീവത്സം എന്നിവർക്ക് മുൻ മന്ത്രി VS സുനിൽകുമാർ, NK അക്ബർ MLA, CC മുകുന്ദൻ MLA, പത്മശ്രീ പെരുവനൻ കുട്ടൻമാരാർ എന്നിവർ സമ്മാനിച്ചു. പഠനത്തിൽ മികവ് നേടിയ 50ലധികം വിദ്യാർത്ഥികൾക്ക് NES മുൻ പ്രിൻസിപ്പൽ ചന്ദ്രിക ശിവൻ കണ്ണോളിയുടെ പേരിലുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിച്ചു. നീന്തൽ, സ്പോർട്സ് എന്നിവയിൽ സ്വർണ്ണ മെഡൽ നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും പ്രായമായവർക്ക് ചികിത്സാ സഹായവും കായലോര ഫെസ്റ്റിനോടനുബന്ധിച്ച് നൽകി. ചടങ്ങിൽ P വിനു, TK സലീഷ്, TU സുഭാഷ് ചന്ദ്രൻ, N സിദ്ധപ്രസാദ്, VD സന്ദീപ്, ENR കൃഷ്ണൻ, CS ഗണേശൻ, PH സൈനുദ്ദീൻ, ജയശ്രീ രാധാകൃഷ്ണൻ, പ്രിൻസിപ്പൽ NC അനീജ, പ്രൊഫസർ VS റെജി എന്നിവർ നേതൃത്വം നൽകി. NES വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സുഭദ്ര നൃത്ത വിദ്യാലയം ഗ്രൂപ്പിന്റെ നൃത്ത സംഗീതമേള, ബീറ്റ്സ് ഗാരേജ് കൊച്ചിൻ ടീമിന്റെ DJ നൈറ്റ് എന്നിവയോടെയാണ് കലാപരിപാടികൾ സമാപിച്ചത്. ഒരു ഇടവേളയ്ക്കു ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ വീട് പണി ആരംഭിച്ചോ? ഇനി പലവിധ ഷോപ്പുകൾ കയറി അലയേണ്ട. തൃപ്പയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂമായ ബിൽടെക്കിൽ നിന്ന് കമ്മീഷൻ ഇല്ലാതെ വീടുപണിക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്ക്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഡോർ ലോക്സ് ആൻഡ് ഹാർഡ്വെയർസ്, SS ആൻഡ് PVC വാട്ടർ ടാങ്ക്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകും. ഇവിടെ നിന്നും വിലക്കുറവിൽ ഇടനിലക്കാരില്ലാതെ ഫിക്സഡ് പ്രൈസിൽ ബാർകോഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി സംതൃപ്തിയോടെ മടങ്ങാം. ബിൽടെക്, തൃപ്പയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം നിയർ തൃപ്പയാർ പോളി ജംഗ്ഷൻ. ഫോൺ 8590191910. വർദ്ധിച്ചുവരുന്ന കറണ്ട് ബില്ല് നിങ്ങൾക്കൊരു ബാധ്യതയാകുന്നുണ്ടോ? എങ്കിൽ ബോൾഡ് സ്കൈ എനർജിയെ സമീപിക്കുക. 25 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി 70% സബ്സിഡിയിൽ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി ഉയർന്ന കറണ്ട് ബില്ലിൽ നിന്നും മോചനം. സോളാർ ഇൻസ്റ്റാളേഷന് പുറമെ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ: ഇൻവെർട്ടർ, വാട്ടർ പ്യൂരിഫയർ, വാട്ടർ ഹീറ്റർ,
സ്ട്രീറ്റ് ലൈറ്റ് എന്നീ സേവനങ്ങൾക്കും സമീപിക്കുക. ബോൾഡ് സ്കൈ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്, തൃശൂർ, തൃപ്രയാർ. ഫോൺ 9961 689 932 8848 173421. Your perfect solar energy solution. നാഗഭൂഷിത പദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം പരിണചർമ്മവും മണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസുംഭവഭയാവഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠതപ നീലകണ്ഠവുമതിൽ കുളഞ്ഞുരവിമാലയും ഭൂവിശോഭവഴിയും കരങ്ങളിൽ രമണമാരവകളും തുണി ശൂലപാണേ Mahadeva Creations. വാർത്താ നേരം തുടരുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഭരണാധികാരി CS ലിച്ചു, മുതിർന്ന അംഗം PT രാമചന്ദ്രന് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റു അംഗങ്ങൾക്ക് PT രാമചന്ദ്രൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിനു ശേഷം ആദ്യ യോഗം ചേർന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഭരണാധികാരി MK സ്മിത, മുതിർന്ന അംഗം TK ചന്ദ്രബാബുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റു അംഗങ്ങൾക്ക് TK ചന്ദ്രബാബു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിനു ശേഷം ആദ്യ യോഗം ചേർന്നു. തദ്ദേശ സ്ഥാപന അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള അജണ്ട സെക്രട്ടറി KV സനീഷ് അവതരിപ്പിച്ചു. 27-നാണ് രാവിലെ പ്രസിഡന്റിനെയും ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കും. സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും എത്തിയിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ അംഗങ്ങൾക്ക് നാട്ടിക ഫർക്ക റൂറൽ ബാങ്കിന്റെ ഉപഹാരവും നൽകി. കയ്പമംഗലം വഴിയമ്പലത്ത് റോഡിൽ തലയിടിച്ച് വീണ് പരിക്കേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. കയ്പമംഗലം വിളക്കുംപറമ്പ് സ്വദേശി കല്ലേപ്പറമ്പിൽ കുമാരൻ നായരുടെ മകൻ 51 വയസ്സുള്ള സഞ്ജയാണ് മരിച്ചത്. ഡിസംബർ 6-ന് രാത്രിയിലായിരുന്നു സംഭവം. വഴിയമ്പലം സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിൽ തലയിടിച്ച് വീണ് കിടക്കുന്ന നിലയിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാഴൂരിൽ യുവതിയെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പഴയൂർ വെസ്റ്റിൽ വീട്ടിലെ അടുക്കളയിൽ യുവതിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പഴയൂർ വെസ്റ്റ് വലിയകത്ത് 38 വയസ്സുള്ള സുൽഫത്താണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 5:30-യോടെയാണ് സംഭവം. തൃപ്പയാറിൽ തയ്യൽ കട നടത്തുന്ന സുൽഫത്ത് വീട്ടിലിരുന്ന് തുന്നിയ വസ്ത്രങ്ങൾ കടയിൽ നൽകാൻ ഭർത്താവും ഹനീഫയും മകളും പോയതിനാൽ സംഭവ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. തുന്നിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വീട്ടിലെത്തിയ അയൽവാസി വിളിച്ചിട്ട് വാതിൽ തുറക്കാതിരുന്നതിനെ തുടർന്ന് സംശയം തോന്നി അടുത്തുള്ള ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്ന് അടുക്കള ഭാഗത്തെ വാതിൽ ബലം പ്രയോഗിച്ച് തുറന്നപ്പോൾ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സമീപത്തായി ഒഴിഞ്ഞ മണ്ണെണ്ണ കുപ്പിയും കണ്ടെത്തിയിരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SI കേഴ്സൺ V മാർട്ടിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മയക്കുമരുന്ന് കടത്തിയതിലൂടെ പ്രതികൾ അനധികൃതമായി സമ്പാദിച്ച 37,78,000 രൂപയിലധികം മൂല്യമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവായി. സെപ്റ്റംബർ 29-ന് തളിക്കുളം കൈതക്കലിൽ മാരക മയക്കുമരുന്നുമായി പിടികൂടിയ എടത്തിരുത്തി സ്വദേശി കൊല്ലാറ വീട്ടിൽ അഖിൽ, പെരിഞ്ഞനം സ്വദേശി കള്ളിപ്പറമ്പിൽ വീട്ടിൽ ഫസീല എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടാൻ ഉത്തരവായത്. തൃശൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിലുള്ള കോക്പിറ്റിൽ അതോറിറ്റിയാണ് കണ്ടുകെട്ടാൻ ഉത്തരവ് പ്രകടിപ്പിച്ചത്. യുവതി ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിനും ഭർതൃമാതാവിനും തടവും പിഴയും ശിക്ഷ. ചേറ്റുവ സ്വദേശി ബഷീറിന്റെ മകൾ സജ്ജന ഗുരുവായൂർ ഇരിങ്ങപ്പുറത്തുള്ള ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത കേസിലാണ് ഭർത്താവ് കറുപ്പം വീട്ടിൽ റഷീദിനെയും മാതാവ് ബീവിയെയും ആത്മഹത്യാ പ്രേരണ കേസിൽ ചാവക്കാട് അസിസ്റ്റന്റ് സെക്ഷൻ കോടതി ശിക്ഷ വിധിച്ചത്. റഷീദിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും, പ്രായം കണക്കിലെടുത്ത് ബീവിക്ക് 20 ദിവസത്തെ വെറും തടവ് ശിക്ഷയും 25,000 രൂപ പിഴയുമാണ് വിധിച്ചത്. പ്രതികളിൽ നിന്ന് കടുത്ത പീഡനങ്ങൾ സജനയ്ക്ക് ഏൽക്കേണ്ടി വന്നതായി കോടതി കണ്ടെത്തി. 2018 ഡിസംബർ 15-നാണ് യുവതി ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. മലയാളിയെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസന് കേരളത്തിന്റെ യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളം കണ്ടനാട്ട് വീട്ടുവളപ്പിൽ നടന്നു. കഴിഞ്ഞ 13 വർഷമായി ജീവിക്കുകയും
സ്നേഹിക്കുകയും പണിയെടുക്കുകയും ചെയ്ത വീട്ടുവളപ്പിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയത്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ശ്രീനിവാസിനെ അവസാനമായി ഒരു നോക്കു കാണുവാൻ എത്തിയിരുന്നു. ശനിയാഴ്ച എറണാകുളം ടൗൺ ഹാളിൽ മുഖ്യമന്ത്രിയും ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ശനിയാഴ്ച രാവിലെ 8:25 തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഡയാലിസിസിനായി കൊണ്ടുപോകുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവിടെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് ക്രിസ്തുമസ് കരോൾ കഴിഞ്ഞു വരികയായിരുന്ന സംഘം സഞ്ചരിച്ച കാർ മറ്റൊരു കാറിലിടിച്ച് തോട്ടിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. എളവള്ളി സ്വദേശികളായ കൊടങ്ങാട് അബൈ, പുഴങ്കര ഇല്ലത്ത് ഫാദിൽ, സഹോദരൻ ഷിഹാബ്, പയ്യോളിപ്പാട്ടിൽ അനിൽരുദ്, എളവള്ളി വീട്ടിൽ അസ്ലം എന്നിവർക്കാണ് പരിക്കേറ്റത്. എളവള്ളിയിൽ നിന്ന് കരോൾ കഴിഞ്ഞ് ഗുരുവായൂരിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നതിനിടെയായിരുന്നു അപകടം. വളവുതിരുന്നതിനിടെ എതിരെ വന്ന കാറിലിടിച്ച് തോട്ടിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ പാവറട്ടി സെന്റ് ജോൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 30 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. തൃശൂർ ജില്ലാ മുനിസിപ്പൽ കോർപ്പറേഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട 56 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 22 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.